ലസാരസ് ഒരു കിഡിലിൻ ആക്ഷൻ ത്രില്ലർ ആനിമയാണ് ലസാരസ്. കഴിഞ്ഞ സ്പ്രിംഗ് സീസണിൽ ഇറങ്ങിയ ഈ ആനിമെ എത്രത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. എങ്കിലും നിങ്ങളൊരു ആനിമെ ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ആനിമെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ഗംഭീര ആനിമ തന്നെയാണിത്. എന്ന് വെച്ച് ഇതൊരു ഓവർ ദി ടോപ്പ് സാധനമോ അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമയോ അങ്ങനെയൊന്നുമല്ല. എങ്കിലും ഒന്ന് കാണാനുള്ളതെല്ലാം ഇതിലുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ആക്ഷൻ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലസാരസ് നീ ആനിമയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സീരീസിലേക്ക് നോക്കുമ്പോൾ സീരീസിന്റെ തുടക്കത്തിൽ കാര്യമായി ഒന്നും തന്നെ തോന്നില്ലെങ്കിലും ഇതിന്റെ പ്ലോട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിരുന്നു. അതായത് ഒരു നിയർ ഫ്യൂച്ചറിൽ ഏതാണ്ട് 2052 ടൈമിൽ നൊബേൽ പ്രൈസ് എല്ലാം വിൻ ചെയ്തിട്ടുള്ള സ്കിന്നർ എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്. അടുത്ത ഐൻസ്റ്റീൻ എന്നൊരു ആളുകൾ വിളിച്ചിരുന്ന ഇദ്ദേഹം ഒരു പെയിൻ കില്ലർ കണ്ടുപിടിക്കുകയും ആ ഒരു പെയിൻ കില്ലർ ആവട്ടെ മറ്റ് പെയിൻ കില്ലറുകളെ അപേക്ഷിച്ച് വളരെയധികം എഫക്റ്റീവും അതേപോലെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതുമായിരുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ടെല്ലാം വിപണി കീഴടക്കിയ ഈ ഡ്രഗ് അഥവാ പെയിൻ കില്ലർ ലോകത്തുള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കാനും തുടങ്ങുന്നു. ഈ പെയിൻ കില്ലറിന്റെ പേരാണ് ഹാപ്ന. എന്നാൽ ഈ സമയത്ത് ഇത് കണ്ടുപിടിച്ച സ്കിന്നർ ആരോടും പറയാതെ എങ്ങോട്ടോ പോയി മറിയുന്നു. എങ്ങോട്ടാണെന്നോ എന്തിനാണ് പോയതെന്നോ ആർക്കും തന്നെ അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞ് സ്കിന്നർ തന്റെ ഒരു വീഡിയോ പുറത്തുവിടുകയാണ്. അതിലൂടെ സ്കിന്നർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും വെളിപ്പെടുത്തുന്നു. അതായത് ഈ ഡ്രഗ് ഉപയോഗിച്ച എല്ലാവരും കൃത്യം 3 വർഷം കഴിയുമ്പോൾ മരണപ്പെടും. അതായത് ഈ പെയിൻ കില്ലർ ശരീരത്തിനുള്ളിൽ വെച്ച് ഒരു പോയിസണായി കൺവേർട്ട് ചെയ്യുകയും അതുമൂലം എല്ലാവരും മരിക്കുമെന്നും പറയുകയാണ്. എന്നാൽ ഇതിനുള്ള ആന്റിഡോട്ട് അഥവാ ക്യൂർ സ്കിന്നർ തന്റെ കയ്യിലുണ്ടെന്നും എന്നാൽ ഇതുമൂലമുള്ള ആദ്യ മരണങ്ങൾ സംഭവിക്കാൻ ഇനി ഒരു 30 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ സ്കിന്നർ താൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും രക്ഷിക്കാനും കഴിയുമെന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും വേദനകൾ അകറ്റിയ ഹാപ്ന എന്ന പെയിൻ കില്ലർ അവസാനം ഹ്യൂമാനിറ്റിയുടെ എൻഡിങ്ങിലേക്ക് തന്നെ വഴിവെക്കാൻ പോവുകയാണ്. ഇത് തടയാൻ വേണ്ടി ലോകത്തെ എല്ലാ രാജ്യങ്ങളും സ്കിന്നറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ രൂപീകരിച്ച ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ലസാരസ്. ഒപ്പം തന്നെ ഈ ടാസ്ക് ഫോഴ്സിലുള്ള എല്ലാം തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കൂടിയാണ്. അപ്പോൾ ഇവർ സ്കിന്നറിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലോട്ട് എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒപ്പം തന്നെ ഇതിന്റെ ഡയറക്ടറാണ് കൗബോയ് ബീപ്പോപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഷിനിജിറോ വട്ടനാബെയാണ് ഈ സീരീസിന് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ചാഡ് സ്റ്റെഹൽസ്കിയാണ്. അതായത് നമ്മുടെ ജോൺ വിക്കിന്റെ ഡയറക്ടർ. അപ്പോൾ തന്നെ ഈ ആനിമയുടെ ആക്ഷന്റെ ലെവൽ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു ഗംഭീര ആക്ഷനും ഒപ്പം തന്നെ ഇതിന്റെ സൂപ്പർബ് ആനിമേഷൻ ചെയ്തിരിക്കുന്നത് മറ്റാരും തന്നെയല്ല, നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ഫൈനൽ സീസണും ഒപ്പം തന്നെ ജുജുത്സു കൈസനും എല്ലാം ചെയ്തിട്ടുള്ള മാപ്പ സ്റ്റുഡിയോസ് തന്നെയാണ് ഈ ആനിമയും ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടെല്ലാം തന്നെ പീക്ക് ആനിമേഷനും ഒപ്പം തന്നെ ആക്ഷനും ഈ സീരീസിൽ നിന്ന് കാണാൻ കഴിയും. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ഇതൊരു ഒറിജിനൽ സീരീസ് ആണ് എന്നുള്ളത്. അതായത് ഇതൊരു മാംഗ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ നോവൽ അഡാപ്റ്റേഷനോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു അഡാപ്റ്റേഷനോ അല്ല, മറിച്ച് ഒരു ഒറിജിനൽ സ്റ്റോറിയാണ് പറയുന്നത്. ഇത് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഭൂരിഭാഗം ആനിമേസും മാംഗ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ എൻറ്റിന്റിക്കൽ അഡാപ്റ്റേഷനോ ആയിരിക്കും. ഒറിജിനൽ ആനിമേസ് വളരെ റയറായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെയുള്ള ആനിമേസ് ഇറങ്ങുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടെല്ലാം തന്നെയാണ് ഈ സീരീസ് മറ്റ് ആനിമേസിൽ നിന്ന് വേറിട്ടെടുക്കുന്നത്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, ഇതിൽ മുഴുവൻ പോസിറ്റീവ് അല്ല, ഒരുപാട് നെഗറ്റീവും ഈ സീരീസിനെ കുറിച്ച് പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് തന്നെയാണ് ഈ സീരീസിലെ ക്യാരക്ടർ ഡെവലപ്മെന്റ്. ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നി. അതേപോലെ ഇതിന്റെ ചില എപ്പിസോഡ്സ് എല്ലാം മെയിൻ പ്ലോട്ടുമായി വലിയ കണക്ഷനൊന്നും ഇല്ലാതെ കടന്നുപോയ പോലെ തോന്നി. എങ്കിലും ആ ത്രില്ലിംഗ് എസൻസ് നിലനിർത്താൻ അവർക്ക് മിക്ക എപ്പിസോഡിലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ഷൻ ത്രില്ലർ ആനിമെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് ഒരു ഒറിജിനൽ ആനിമെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ആനിമെ തന്നെയാണ് ലസാരസ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ആക്ഷൻ ആനിമെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ മൂവി ആനിമെ റിലേറ്റഡ് കണ്ടന്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.